Hi students, this is me Nimed. തൃശ്ശൂർ ജില്ലയിലെ ചെറിയൊരു ടീച്ചർ എഡ്യൂക്കേറ്ററാണ്. ഓക്കെ, നമുക്ക് കാൽക്കിലെ ഒരു ചോദ്യം കൂടി ഇന്ന് നോക്കി നോക്കാം. 2018 ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും ജനസംഖ്യ ഹോം ഫോൾഡറിലെ D.El.Ed ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിൽ population.ods എന്ന ഫയൽ നാമത്തിൽ നൽകിയിരിക്കുന്നു. ഈ ഫയൽ ലിബർ ഓഫീസ് കാൽക്കിൽ തുറന്ന് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ ക്രമീകരിക്കുക, ആദ്യ 5 സ്ഥാനക്കാരായ സംസ്ഥാനങ്ങളുടെ പട്ടിക തയ്യാറാക്കുക, ഇതിന് ടോപ്പ് 5 പോപ്പുലേറ്റഡ് സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ എന്ന പേര് നൽകുക. തയ്യാറാക്കിയ ഫയൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി ഹോമിലെ D.El.Ed പ്രോഡക്ട്സ് എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? D.El.Ed ഡോക്യുമെന്റ്സിൽ പോയിട്ട് population.ods എന്ന് പറഞ്ഞ ഫയൽ നോക്കാം. അപ്പൊ അതിനെന്ത് ചെയ്തു? പ്ലേസസിൽ ഹോം ഫോൾഡറിൽ പോയി, എന്നിട്ട് D.El.Ed ഡോക്യുമെന്റ്സ് ഇവിടെ ഉണ്ട്. ഇതിൽ പോപ്പുലേഷൻ എന്ന് പറഞ്ഞ ഫയൽ എടുക്കുന്നുണ്ടോ നോക്കി നോക്കി. ഇവിടെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞ ഫയൽ എടുക്കുന്നുണ്ട്, അത് ഓപ്പൺ ആക്കി. അപ്പൊ നമുക്ക് ഇതുപോലെ എന്താ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളുടെയും അതിന്റെ പോപ്പുലേഷന്റെയും ഡീറ്റെയിൽസ് എന്താണെന്ന് നമുക്ക് ഇവിടെ കിട്ടി. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും ചോദ്യം ഒന്ന് വായിച്ചു നോക്കി. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ ക്രമീകരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇത് ഇംഗ്ലീഷ് ആൽഫബറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്ക് എന്താ പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കണം. അതിനെന്ത് ചെയ്യുമെന്നാണ് നമ്മൾ നേരെ എന്ത് ചെയ്തു? ഈ ടേബിൾ മൊത്തം നമ്മൾ സെലക്ട് ചെയ്തു. നമ്മൾ എന്ത് ചെയ്തു? സെലക്ട് ചെയ്തു. എന്നിട്ട് ഡാറ്റയില് സോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി. അപ്പൊ ഡാറ്റയിൽ സോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയപ്പോൾ ചോദിച്ചു എന്താണ് സോർട്ട് കീ എന്താണ് കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചു. അപ്പൊ സോർട്ട് കീ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് എന്താ സ്റ്റേറ്റ്സിന്റെ പേരാണോ അല്ല പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് എന്താ സോർട്ട് ചെയ്യാൻ വേണ്ടി പോപ്പുലേഷൻ എന്ന് ചോദിച്ചു. ഈ പോപ്പുലേഷൻ സ്റ്റേറ്റ്സ് എന്നുള്ളതൊക്കെ എന്താ നമ്മള് കൊടുത്ത ഹെഡിങ് ആണ്. ചില സമയത്ത് ഇവിടെ കോളം എ കോളം ബി എന്നായിരിക്കും നൽകിയിട്ടുണ്ടാവുക. അപ്പൊ നമ്മുടെ കോളം സിയിലാണ് പോപ്പുലേഷൻ ഉള്ളത്. കണ്ടാ, കോളം സിയിലാണ് നമ്മുടെ പോപ്പുലേഷൻ കിടക്കുന്നത്. കോളം ബിയിൽ എന്താണ് സ്റ്റേറ്റ്സിന്റെ പേരാണ്. പോപ്പുലേഷൻ ഏറ്റവും കൂടിയ സംസ്ഥാനം ഏറ്റവും മുകളിൽ വരണം. അപ്പൊ അസെൻഡിങ് ഓർഡറിൽ ക്രമീകരിച്ചാൽ ശരിയാവില്ല, ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യണം. ഓക്കെ, ഡിസെൻഡിങ് സെലക്ട് ചെയ്തു, എന്നിട്ട് ഓക്കെ കൊടുത്തു. മാറിയിട്ടുള്ള കൃത്യമായിട്ട് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ സീരിയൽ നമ്പർ ചേഞ്ച് ചെയ്ത് നോക്കിയാൽ മതി. കണ്ടാ, പലതെന്താ പല ഇതിലാണ് കിടക്കുന്നത്. അപ്പൊ സീരിയൽ നമ്പർ നമ്മൾ മനഃപൂർവ്വം ചേഞ്ച് ചെയ്യിപ്പിച്ചതാണ്. കാരണം ഈ സീരിയൽ നമ്പർ ചേഞ്ച് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇത് ചേഞ്ച് ആയി എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്തു? വീണ്ടും ക്വസ്റ്റ്യൻ വായിച്ചു. ഇപ്പൊ പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിൽ എന്താ ഈ സംസ്ഥാനങ്ങളെ തരംതിരിച്ചു കഴിഞ്ഞു. ദെൻ ആദ്യ 5 സ്ഥാനക്കാരായ സംസ്ഥാനങ്ങളുടെ പട്ടിക തയ്യാറാക്കുക എന്ന്. അപ്പൊ ആദ്യ 5 സ്ഥാനം മാത്രം മതി. അപ്പൊ ആദ്യത്തെ 5 സ്ഥാനം എന്താ? ഉത്തർപ്രദേശ് ഉണ്ട്, മഹാരാഷ്ട്ര ഉണ്ട്, ബീഹാർ ഉണ്ട്, വെസ്റ്റ് ബംഗാൾ ഉണ്ട്, മധ്യപ്രദേശ് ഉണ്ട്. മധ്യപ്രദേശിന്റെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 7,26,26,809 ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ മധ്യപ്രദേശിന്റെ പോപ്പുലേഷൻ 2018 പ്രകാരം. ദെൻ നമ്മൾ എന്ത് ചെയ്തു? നേരെ ഡാറ്റയില് ഫിൽറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷനില് സ്റ്റാൻഡേർഡ് ഫിൽറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു. അപ്പൊ നമ്മുടെ ഈ ടേബിൾ മൊത്തം സെലക്ട് ആയിട്ടാ. എന്നിട്ട് ഫീൽഡ് നെയിം, ഏത് ഫീൽഡിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഫിൽറ്റർ ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ സ്റ്റേറ്റ്സ് അല്ല നമുക്ക് വേണ്ടത്, പോപ്പുലേഷൻ എന്നാണ് വരിക. ഇവിടെ എന്താണ് ചില സമയത്ത് കോളം എ കോളം ബി കോളം സി എന്നായിരിക്കും. അപ്പൊ കോളം സിയിലാണ് പോപ്പുലേഷൻ. അപ്പൊ കോളം സി നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇപ്പൊ കൃത്യം പോപ്പുലേഷൻ എന്ന് പറഞ്ഞ ഹെഡിങ് വന്നിട്ടുണ്ട്. ഇനി എന്താണ് കണ്ടീഷൻ? അപ്പോൾ ഗ്രേറ്റർ ദാൻ, അതായത് ഒരു പ്രത്യേക ജനസംഖ്യയിലും കൂടുതലുള്ള സംസ്ഥാനങ്ങളെ മാത്രം നമുക്ക് കാണിച്ചാൽ മതി. അപ്പൊ ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു. ഈ മധ്യപ്രദേശിന്റെ പോപ്പുലേഷൻ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന് മുകളിലുള്ള സംസ്ഥാനങ്ങൾ മാത്രമേ വരുള്ളൂ. അപ്പോൾ 5 സംസ്ഥാനങ്ങളുടെ ഡീറ്റെയിൽസ് മാത്രമേ വരുള്ളൂ. ഇല്ലെങ്കിൽ വേറൊരു കണ്ടീഷൻ ഉണ്ട്, ലാർജസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ലാർജസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ 5 എന്ന് കൊടുത്തു. അപ്പൊ ഏറ്റവും പോപ്പുലേഷൻ ഏറ്റവും കൂടുതലുള്ള 5 സംസ്ഥാനങ്ങളുടെ പേര് എന്ന് ഓക്കെ കൊടുത്തു. അപ്പൊ എന്താ പോപ്പുലേഷൻ ഏറ്റവും കൂടുതലുള്ള 5 സംസ്ഥാനങ്ങളുടെ പേര് മാത്രമേ വന്നിട്ടുള്ളൂ. നമ്മൾ എന്ത് ചെയ്തു? അണ്ടു ബട്ടൺ ഉണ്ട് മുകളിൽ. അണ്ടു അടിച്ചിട്ട് എന്ത് ചെയ്യുക? തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നിട്ട് എന്താ ഈ സീരിയൽ നമ്പർ മാറ്റിട്ട് ഇവിടെ റാങ്ക് നമ്പർ ആക്കി. ഓക്കെ, എന്നിട്ട് ഇവിടെ എന്ത് ചെയ്തു? 1 എന്ന് കൊടുത്തു, അടിയിൽ 2 എന്ന് കൊടുത്തു. എന്നിട്ട് ഈ 1ഉം 2 എന്താ ഫസ്റ്റ് റാങ്ക്, പോപ്പുലേഷൻ പ്രകാരം ഫസ്റ്റ് റാങ്ക് ഉത്തർപ്രദേശിനാണ്, സെക്കൻഡ് മഹാരാഷ്ട്ര. 1ഉം 2ഉം കൂടെ സെലക്ട് ചെയ്തു. റൈറ്റ് സൈഡ് ബോട്ടം കോർണറിലുള്ള ഈ സ്ക്വയർ ഡോട്ടിന്റെ മുകളിൽ മൗസ് കൊണ്ടുവന്ന് വെച്ചപ്പോൾ
അതൊരു പ്ലസ് മാർക്കായി മാറി. അത് എന്ത് ചെയ്തു, ഡബിൾ ക്ലിക്ക് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ റാങ്ക് നമ്പർ താഴത്തേക്ക് 28 വരെ വന്നു. അപ്പോൾ നമ്മൾ എന്തായി, ഇത് റാങ്കിന്റെ അടിസ്ഥാനത്തിൽ സോർട്ട് ചെയ്തു. ഇപ്പോൾ കറക്റ്റ് റാങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, വീണ്ടും ഡാറ്റയിൽ ഫിൽറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക, സ്റ്റാൻഡേർഡ് ഫിൽറ്റർ എടുക്കുക. നേരത്തെ എടുത്ത പോലെ തന്നെ സ്റ്റേറ്റ്സ് മാറ്റിയിട്ട് എന്ത് ചെയ്യുക, പോപ്പുലേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. കണ്ടീഷൻ എന്ത് ചെയ്തു, ലാർജസ്റ്റ് കൊടുത്തു, ഇവിടെ 5 കൊടുത്തു, എന്നിട്ട് ഓക്കെ കൊടുത്തു. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് റാങ്കിലുള്ള 5 സംസ്ഥാനങ്ങളിലെ പേരും ഡീറ്റെയിൽസും വന്നു. ഓക്കെ, ഇതോട് കൂടിയിട്ട് എന്താണ്, നമ്മളുടെ ഈ പ്രവർത്തനം കഴിയുകയാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, വീണ്ടും നമ്മുടെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി. ഇതിന് ടോപ്പ് 5 പോപ്പുലേറ്റഡ് സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ എന്ന പേര് നൽകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഈ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞ് എഴുതിയതിന്റെ ആ സെല്ല് എന്ത് ചെയ്തു, സെലക്ട് ചെയ്തിട്ട് ഇൻസേർട്ടില് റോ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഇൻസേർട്ടിൽ റോ എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്താ, ഇവിടെ കണ്ട ഇൻസേർട്ട് റോസ് എബോവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. കാരണം നമ്മൾ സെലക്ട് ചെയ്യുന്ന സെല്ലിന്റെ മുകളിലായിരിക്കും ഈ റോ വരിക. ഇപ്പൊ റോയുടെ ഹൈറ്റ് ഒക്കെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാൻ വേണമെങ്കിൽ. എന്നിട്ട് എന്ത് ചെയ്തു, ഈ 3 സെല്ലും നമ്മൾ അങ്ങോട്ട് സെലക്ട് ചെയ്തു. എന്നിട്ട് ഫോർമാറ്റില് മെർജ് ആൻഡ് സെന്റർ സെൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു, യെസ് കൊടുത്തു. അപ്പൊ ഇത് മൊത്തം അങ്ങോട്ട് മറിച്ചായി. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ എഴുതി എന്താണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്, ടോപ്പ് 5 പോപ്പുലേറ്റഡ് സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ എന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു ഹെഡിങ് കൊടുത്തു. ഇതോട് കൂടിയിട്ട് എന്താ, നമ്മുടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് ഭംഗിയാക്കാം. വേണമെങ്കിൽ ടോപ്പ് 5 പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ എന്നുള്ളത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു ഫോൺ കളറൊക്കെ കൊടുക്കാം. എന്നിട്ട് ഇത് മൊത്തം സെലക്ട് ചെയ്ത് ഈ ടേബിളിന് ഒരു ബോർഡറും കൂടി നമ്മൾ കൊടുത്തു. അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു ടേബിളായി. എന്നിട്ട് ബാക്കി നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി. ഹോമിലെ D.El.Ed പ്രോഡക്ട്സ് എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുക. അപ്പൊ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയലില് സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒരിക്കലും കൊടുക്കരുത്. ഇത് നമ്മൾ ഹോമിലെ D.El.Ed ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞ ഫോൾഡറിൽ നിന്ന് ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു എഡിറ്റബിൾ ഫയലാണ്. ഇത് സേവ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഫയലിനുള്ളിൽ പോപ്പുലേഷൻസ് ഏറ്റവും മുകളിൽ എഴുതിയിട്ടുണ്ട് population.ods എന്ന് പറഞ്ഞിട്ടുള്ള ആ ഫയലിൽ ഇത് ഓവർ റൈറ്റ് ചെയ്യാണ് ചെയ്യുക. അതായത് ഈ ചേഞ്ചസ് അതിലേക്ക് സേവ് ചെയ്യപ്പെടുകയാണ് ചെയ്യുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, സേവ് ആസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കണം. എന്നിട്ട് ഇവിടെ നമ്മൾ രജിസ്റ്റർ നമ്പർ കൊടുക്കണം. രജിസ്റ്റർ നമ്പർ കൊടുത്ത ശേഷം അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ എത്രയാണ് നമ്മൾ നോക്കി, ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്, _6 എന്ന് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഈ യൂസർ എന്ന് പറഞ്ഞാൽ എന്താണ്, കഴിഞ്ഞ പ്രാവശ്യം ഈ ലാപ്ടോപ്പ് പ്രാക്ടിക്കൽ എക്സാമിന് വേണ്ടി വെച്ചപ്പോൾ ഹോമിലെ യൂസർ എന്ന് പറഞ്ഞിട്ടൊരു ID ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായി, അതുകൊണ്ടാണ്. എന്നിട്ട് അതിലെന്താണ് D.El.Ed പ്രോഡക്ട്സ് എന്ന് പറഞ്ഞ ഫോൾഡർ ഓപ്പൺ ചെയ്തു. D.El.Ed പ്രോഡക്ട്സ് എന്ന് പറഞ്ഞ ഫോൾഡർ ഓപ്പൺ ചെയ്തു. എന്നിട്ട് അതിലെന്താ, ഈ ഫയൽ എന്ത് ചെയ്തു, നമ്മൾ സേവ് ചെയ്തു. ഓക്കെ, ഇതോട് കൂടിയിട്ട് നമ്മുടെ ആ പ്രവർത്തനം തീരുകയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യന് ഡൗട്ടോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ താഴത്ത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ആ ക്വസ്റ്റ്യന് അടുത്ത വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരും ICT പ്രാക്ടിക്കൽ എക്സാമിൽ A+ കൂടിയിട്ട് വിജയിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ. ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ.